മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് 65.89% പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF, LDF ക്യാമ്പുകളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്നാൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷും LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. 2014-2019 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മാവേലിക്കരയിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 65.89% പോളിംഗ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനത്തിലെ അപ്രതീക്ഷിത ഇടിവ് UDF, LDF ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 74.33% പോളിംഗ്. രാവിലെ മുതൽ മന്ദഗതിയിലായിരുന്നു മണ്ഡലത്തിൽ പോളിംഗ്. മന്ത്രിമാരായ KN ബാലഗോപാൽ, സജി ചെറിയാൻ, KB ഗണേഷ് കുമാർ, P പ്രസാദ് എന്നിവർ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷിനെ വീഴ്ത്താൻ യുവനേതാവ് CA അരുൺകുമാറിനെയായിരുന്നു LDF രംഗത്തിറക്കിയത്. നെൽകർഷകരുടെ പ്രശ്നങ്ങളും ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും പ്രചാരണത്തിൽ സജീവ ചർച്ചയായിരുന്നു. പരിചയസമ്പത്തും മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള ആത്മബന്ധവും ഈ തവണയും തുണയാകുമെന്ന പ്രതീക്ഷയാണ് കൊടിക്കുന്നിൽ സുരേഷിന്. മാവേലിക്കരയിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും LDF ക്യാമ്പ് വിലയിരുത്തുന്നു. അട്ടിമറി വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. റിപ്പോർട്ടർ, മാവേലിക്കര.